ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ഇവൻറ്റ് സ്നാക്ക് ഉണ്ടാക്കാം. നമ്മുടെ ബീച്ചിലും ഫെസ്റ്റുകൾക്കൊക്കെ പോയാൽ ഇത് വാങ്ങിക്കഴിക്കാത്തവർ കുറവായിരിക്കും. എന്താണെന്നല്ലേ? കോളിഫ്ലവർ ഫ്രൈ. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ചാറ്റ് മസാല, ഒറഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്, കെച്ചപ്പ്, സോയാ സോസ്, റെഡ് ചില്ലി. കെച്ചപ്പിന് പകരം ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് കെച്ചപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വേണ്ടത് അരിപ്പൊടി, കോൺഫ്ലോർ, മൈദപ്പൊടി. നമ്മുടെ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ചൂടുവെള്ളത്തിനെ കൊണ്ട് നന്നായി വാഷ് ചെയ്തെടുക്കണം. കാരണം അതിലുള്ള അണുക്കളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകുന്നത് വല്ല വിഷാംശമോ അങ്ങനെ എന്തൊക്കെ. കാരണം ഇതൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കില്ല. അപ്പോൾ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചൂടുവെള്ളത്തിൽ ചേർത്ത് വാഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്കെന്നാൽ പ്രിപ്പറേഷൻ തുടങ്ങാമല്ലേ? ഒരു ബൗളിലേക്ക് എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് യോജിപ്പിക്കുക. ശേഷം സോസുകൾ കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ബാറ്റർ ആക്കുക. ഇതിലേക്ക് ഞാൻ റെഡ് കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലൊക്കെ കാണുമ്പോൾ നല്ല റെഡ് കളറായിട്ട് നല്ല മുരിഞ്ഞ കോളിഫ്ലവർ അല്ലേ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഒരു പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ തന്നെ പറയാം, ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ബാറ്റർ ആക്കുക. അതിനുശേഷം ഇതിലോട്ട് വാഷ് ചെയ്ത് വെച്ച കോളിഫ്ലവർ കൂടെ ആഡ് ചെയ്യാം. ഫുഡ് കളർ ആവശ്യം ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ളവർക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ. ഫുഡ് കളർ പൊതുവേ അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. അപ്പോൾ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ കോളിഫ്ലവർ കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. എല്ലാ സ്പൈസസും എല്ലാ ചേരുവകളും നമ്മുടെ കോളിഫ്ലവറിനോട് നന്നായിട്ട് യോജിച്ച് ആ ഉപ്പും മറ്റുള്ള എല്ലാ മസാലകളും അതിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ ഞാൻ രുചി ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഏത് ഓയിലാണോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ആ ഓയിൽ എടുത്തിട്ട് അതിലോട്ട് കോളിഫ്ലവർ ഇടാം. ഒരു ടേസ്റ്റിന് വേണ്ടി, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം വെളുത്തുള്ളി ഇട്ടിട്ടില്ല, കാരണം ഞാനത് സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ കറിവേപ്പില മാത്രമാണ് ഞാനിപ്പോൾ ഇടുന്നത്. നല്ല മൊരിഞ്ഞ് വരുന്ന കോളിഫ്ലവറിൻ്റെ കൂടെ ആ കറിവേപ്പിലയും കൂടി മൊരിഞ്ഞ് വന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പാകത്തിനായി നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവറാണ്. നല്ലൊരു കടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ശബ്ദം വരില്ല, ആ ഒരു രീതിയിലുള്ള കോളിഫ്ലവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.